അപ്പോൾ മക്കളെ, മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ അങ്ങനെ നടന്നു പോകാട്ടോ. മലപ്പുറത്ത് നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അന്യമതസ്ഥർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വർഷവും വരാറുണ്ട്. നോമ്പായി കഴിഞ്ഞാൽ മലപ്പുറത്ത് ഹോട്ടലിൽ കിട്ടുമോ ഇല്ലെന്നില്ല നമുക്ക് ഇവിടെ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു നോക്കാം. ബ്രോ, ഇവിടെ മലപ്പുറത്ത് ഹോട്ടൽ എവിടെയെങ്കിലും കിട്ടാണ്ടോ? എത്ര ഹോട്ടൽ വേണം നിങ്ങൾക്ക്? അപ്പൊ ഈ മലപ്പുറത്ത് ഹോട്ടല് നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ ഹോട്ടലില്ല എന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പൊ അതോ ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽ. ഇപ്പൊ കുന്നുമ്പോ തന്നെ ഇവിടെ ഒരു ന്യൂസ് സ്വാഗതം ഉണ്ട്, ഈ സ്വാഗതം ഉണ്ട്, ന്യൂസ് അടവാണല്ലേ? ഇത് അടവുണ്ട്. അതിന്റെ അപ്പുറത്തെ ഹോട്ടലിന്റെ ന്യൂസ് സ്വാഗതം ഉണ്ട്. അപ്പൊ ഈ മലപ്പുറത്ത് ഹോട്ടൽ കിട്ടൂല, മറ്റുള്ള മതസ്ഥർ വന്നു കഴിഞ്ഞാൽ പട്ടിണി നടന്ന് മരിക്കണ്ട് എന്നൊക്കെ പറയണത് എങ്ങനെയാലും ഇപ്പൊ മലപ്പുറത്ത് ഈ നോൻപ് സമയത്തിന് ഒരു 10 ഹോട്ടലിന്റെ അടുത്ത് നമുക്ക് ഒരു 10 ഹോട്ടൽ. അപ്പൊ ഈ കേൾക്കണത് സോഷ്യൽ മീഡിയ കേൾക്കണൊക്കെ പച്ച നോണയാണ്. ആളുകൾ ആരെ ഒരു താല്പര്യത്തിന് താല്പര്യത്തിന് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാക്കാനും വേണ്ടിട്ടേ അതിനായിട്ട് ഞാനത് പൊളിക്കാനും ഇറങ്ങുന്ന ആളാണ്. കഴിഞ്ഞ ഇതേപോലെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കണ്ടി നിങ്ങള് മലപ്പുറത്തെ ഓട്ടോറിക്ഷക്കാരായിട്ടാണ് ഞാൻ അന്ന് സംസാരിച്ചത്. ഹോട്ടൽ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. കലക്ടറേറ്റിനുള്ളിൽ 2 ക്യാൻറ്റീൻ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ അന്യമതസ്ഥർ വന്ന പട്ടിണി നടക്കേണ്ടി വരില്ല, ഒരിക്കലും വരില്ല. ഹോട്ടലില്ലാത്ത ഒന്നുമില്ലെങ്കിൽ ആൾക്കാർ മലപ്പുറത്തെ ആൾക്കാർ വീട്ടിൽ കൊണ്ടേ ഫുഡ് കൊടുക്കും. അത്രയും മനസ്സിലെ ആളുകൾ അവിടെ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നന്ദി. അപ്പൊ ഇതാണ് മലപ്പുറത്തിന്റെ പിക്ചർ. ഇനി കുറച്ച് ഹോട്ടൽസ് ഞാൻ തുറന്നു വെച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ അവിടെ ഒരു ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. ആ ടാങ്കറിന്റെ മുമ്പിൽ, ടാങ്കറിന്റെ അപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് കാണുന്ന ചെറിയൊരു ഷെഡില്ലേ, അതൊരു ഹോട്ടലാട്ടോ. അഥവാ നോമ്പിന് മാത്രമുള്ളൊരു ഹോട്ടലാണത്. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനെ ഒരുപാട് ഹോട്ടലുകളും ഒരുപാട് കച്ചവടക്കാരും ഇഷ്ടംപോലെ ഉണ്ട്. അത് അപ്പുറത്ത് വേറൊരു ഷെഡ് കാണും, അത് ഹോട്ടലാണ്. പക്ഷേ ആളുകൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നശിപ്പിക്കുകയാണ് ഒരു നാടിനെ, ഒരു ജില്ലനെയൊക്കെ. ഇത് കണ്ടോ, ഇതാണിത് കെട്ടിണ്ടാക്കിയൊരു ഹോട്ടലാണ്. അതേപോലെ തന്നെ അപ്പുറത്തുണ്ട് ഹോട്ടൽ മഠത്തിൽ പുരി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷെഡുമുണ്ട്. അപ്പോൾ അതിനി പൊളിച്ചാണ്ട് കൈ കൊടുക്കലാണ് എൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ കണ്ടൻറ്റിൽ സെയിം ആശയമായൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് കുറച്ച് ആക്ടിങ്ങും ഒക്കെ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇപ്പം ഞാനിതാ നാഷണൽ ഹൈവേയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് ഹോട്ടൽസ് ഇവിടെ അടഞ്ഞു കിടക്കുന്നുണ്ട്. അഥവാ തുറന്നിട്ടുള്ളത് ഹൈവേയിൽ. അപ്പുറത്തൊന്ന് ഞാൻ അങ്ങോട്ട് ബസ് പോകുമ്പോൾ ഞാൻ കണ്ടു. ഞാനിപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ കോട്ടപ്പടിയിൽ ഒരു 2 ഹോട്ടൽ തുറന്നിട്ടുണ്ട്. പെരിന്തൽമണ്ണ ഒരുപാട് ഹോട്ടലുകളുണ്ട്. മലപ്പുറം സിറ്റിയിലിട്ട് പറയുന്നത് മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാനുണ്ടായ കാരണം അതാണ്. ഇവിടെ ഹോട്ടലില്ല, അല്ലെങ്കിൽ വേറെ ഒരുപാട് ഹോട്ടൽ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിംസാണ്. കച്ചവടം ചെയ്യുന്നത് എന്തിനാണ്? പൈസക്ക് വേണ്ടിയിട്ടാണ്. ഈ മുസ്ലിംസ് ആയ ആളുകൾ നോമ്പെടുത്തിട്ട് എന്തായാലും ഹോട്ടലിലേക്ക് പോകില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നോമ്പ് വരുന്ന സമയത്ത് മുസ്ലിം മതവിശ്വാസികളായിരിക്കും കച്ചവടം ചെയ്യണത്. വാങ്ങാൻ വരുന്ന ആളുകളും എന്തായിരിക്കും? ഇവർ തന്നെ ആയിരിക്കും. അവിടെ ഒരു ചെറിയൊരു ഫോക്കസ് ചപ്പാത്തി കമ്പനി പറഞ്ഞിട്ടൊരു കടയാണ് കേട്ടോ. എണ്ണക്കടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഉച്ചക്കാണത്. എങ്ങനെയാണ് തലമുകൂടെ വണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഹോട്ടൽസ്, വലിയ വലിയ ഹോട്ടലുകളൊന്നും തുറക്കാത്തത്. കാരണം അവർക്ക് നഷ്ടത്തിന് ആരും കച്ചവടം ചെയ്യുന്നില്ലല്ലോ. ഒരു നാടൻ മെസ്സ് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നഷ്ടത്തിന് ആരും കച്ചവടം ചെയ്യില്ല, എല്ലാവരും ലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം, പ്രത്യേകിച്ചുള്ളൊരു ടീം ഇതിനായിട്ട് ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങാണ്ട് നോമ്പ് വരുമ്പോൾ മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇനി ഞാൻ തുറന്ന 1-2 ഹോട്ടലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പട്ട വെച്ച് തട്ടിക്കൂട്ടിയതും മറച്ചു വെച്ചുള്ള ഹോട്ടലല്ല, ഹോട്ടൽ ആര്യാസ്. നിങ്ങൾക്കറിയാലോ, ഫേമസ് ആണ്. ഇത് ഇന്ന് അടവാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചു നോക്കുമ്പോൾ നാളെ മുതൽ ഇത് ഓപ്പണാണ്. ഞാൻ നിങ്ങൾക്ക് ഹോട്ടൽ പറഞ്ഞു തരല്ല കേട്ടോ. പക്ഷെ ഒരു നാടിനെയും ഒരു നാട്ടാരെയും ഒരു ജില്ലനെയും മൊത്തത്തിൽ നെഗറ്റീവ് അടിക്കുമ്പോൾ നമുക്കത് കണ്ടു നിൽക്കാൻ വയ്യ. അത് ഒരു വർഷം മാത്രമല്ല, കണ്ടിന്യൂസ് വർഷങ്ങളായിട്ട് തന്നെ പറയുന്നത്. ഇപ്പോൾ 3 ഹോട്ടൽ കണ്ടു, കഷ്ടിച്ചു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, ഏകദേശം ഒരു 300 മീറ്റർ. അഥവാ ഞാൻ വന്നത് അവിടുന്നാണ്. 300 മീറ്ററിൻ്റെ ഉള്ളിൽ 3 ഹോട്ടൽ ഞാൻ കാണിച്ചത്. ഇതാ അവിടെ കണ്ടോ, ഹോട്ടൽ അമ്മാസ് എന്ന് പറഞ്ഞാണ്ട് ഒരു ബോർഡ് കാണുന്നുണ്ട്. വണ്ടിയപ്പോൾ കണ്ടത്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഹോട്ടലാണ്. അപ്പോൾ വെറുതെ അതും ഇതും പറഞ്ഞങ്ങാണ്ട് ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് വർഗീയമായി ചിത്രീകരിച്ചിട്ട് ഒരു ജില്ലനെയും ഒരു നാടിനെയും മുഴുവൻ പറയിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് എൻ്റെ വളരെ വിനീതമായിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇതൊക്കെ മലപ്പുറം, ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇത് മലപ്പുറത്ത് ഞാൻ കഷ്ടിച്ച് നടന്നൊരു 300-400 മീറ്ററിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഒരുപാട് മഞ്ചേരിയിലുണ്ട്, പെരിന്തൽമണ്ണ ഉണ്ട്, മലപ്പുറത്തുണ്ട്, തിരൂരുണ്ട്, ഇഷ്ടംപോലുണ്ട് ഹോട്ടലുകൾ. പക്ഷേ ഇതൊക്കെ ആരുടെയോ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്.
എന്താ ചെയ്യുക. അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ മലപ്പുറത്ത് വന്നിട്ട് ഇതര മതസ്ഥരായ ആളുകൾ എന്താണ് ചോറ് കിട്ടില്ല എന്ന് പറയണ്ട. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ വരികയാണെങ്കിൽ നമുക്ക് കാണിച്ചു തന്ന 3 സ്ഥലത്ത് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കോട്ടപ്പടി ഉണ്ട്, പിന്നെ കുന്നുമ്മലുണ്ട്, അതേപോലെ തന്നെ MSP കഴിഞ്ഞിട്ട് അവിടെ ഉണ്ട് ഒരു ഷെഡ്. ഇതൊക്കെ ഞാൻ ബസ്സിൽ വരുമ്പോൾ കണ്ടാട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് തിന്നോളി. ഇത് വേറെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിലിങ്ങനെ നടന്ന് പറയാനോടൊന്നും വിചാരിക്കരുത്. ഈ വിഷയം ഈ പറയുന്ന ആളുകൾക്ക് ഇതൊന്നും പ്രശ്നം തന്നെ ഉണ്ടാവില്ല. ഇവർ വേറെ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് പറയുന്നതാണ്, അല്ലാതെ പിന്നെ ചോറ് കിട്ടാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഓല് പള്ളാർച്ച് തിന്നിട്ടേക്കാർക്ക് പറയുന്നുണ്ടാവുക. പക്ഷെ പറയുന്ന ആളുകളുടെ ലക്ഷ്യം എന്താ വ്യക്തമായിട്ട് അറിയാം. ഒരു നോമ്പ് കാലം വരുന്ന സമയത്ത് ഒരു പ്രത്യേക വിഭാഗം അഥവാ മുസ്ലിം മതവിശ്വാസികളെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, അല്ലെങ്കിൽ മലപ്പുറത്തെ ആളുകളെ മാനസികമായിട്ട് ദ്രോഹിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഓലിക്ക് ചോറ് കിട്ടായിട്ടോ വിശന്നിട്ട് തല ഇറങ്ങി വീണിട്ടൊന്നുമല്ല. പൊളിച്ച് പോനാരം പറയാമെന്ന്. അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ.